ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ 9th സ്റ്റാൻഡേർഡ് ഫിസിക്സിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ചലന സമവാക്യങ്ങളുടെ വിലയിരുത്താമായിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്ത് അധികമാവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം നമുക്ക് ഏകദേശം 17 ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. അപ്പം എല്ലാം കൂടി ഒന്ന് നമ്മൾ കവർ ചെയ്ത് വരുമ്പോഴേക്കും കുറച്ച് ലെങ്തി ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം സമയം കളയാണ്ട് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നിശ്ചലാവസ്ഥയിൽ നിന്നും ഒരു കാർ സമത്വരണത്തോടെ ചലിക്കുന്നു. ചലനം ആരംഭിച്ച് 20 സെക്കൻഡ് കൊണ്ട് 200 മീറ്റർ ദൂരം എത്തിയെങ്കിൽ കാറിന്റെ ത്വരണം കണക്കാക്കുക. നിശ്ചലാവസ്ഥയിൽ നിന്നാണ് എന്തിലേക്ക് പോകുന്നത്? ഒരു സമത്വരണത്തിൽ ചലിക്കുന്നത്. ചലനം ആരംഭിച്ച് 20 സെക്കൻഡ് കൊണ്ട് 200 മീറ്റർ ആണ് സഞ്ചരിച്ചത്. അങ്ങനെയാണെങ്കിൽ കാറിന്റെ ത്വരണം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പൊ തന്നിട്ടുള്ള വാല്യൂസ് ഒക്കെ നമുക്ക് മാറ്റി എഴുതാം അല്ലെ. ആദ്യ ത്വരണം അല്ലെ, യു തന്നിട്ടുണ്ട് അല്ലെ. യു എത്രയാണ്? 0. കാരണം നിശ്ചലാവസ്ഥയിൽ നിന്നാണ് തുടങ്ങുന്നത് അല്ലെ. അപ്പോൾ ആദ്യ പ്രവേഗം എത്രയായിരിക്കും? യു 0 ആയിരിക്കും. ടൈം എത്ര തന്നിട്ടുള്ളത്? ടൈം 20 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ദൂരം അല്ലെ, എസ് എത്ര തന്നിട്ടുണ്ട്? എസ് ഇസ് ഈക്വൽ ടു 200 മീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലെ. ഇനി എന്ത് കാണണം? കാറിന്റെ ത്വരണമാണ് കാണേണ്ടത്. എന്താണ്? കാറിന്റെ ത്വരണം. അപ്പോൾ കാറിന്റെ ത്വരണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമുക്ക് എസും ടിയും യുവും ഉള്ള ഇക്വേഷൻ ഏതാ? യെസ്, എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലെ. എസ് എത്രയാണ്? 200 ആണ്. 200 ഇസ് ഈക്വൽ ടു യു എത്രയാണ്? 0 ഇൻറ്റു 20 പ്ലസ് ഹാഫ് ഇൻറ്റു എ ആണ് കണ്ടുപിടിക്കേണ്ടത്. എ ഇൻറ്റു ടി സ്ക്വയർ. ടി സ്ക്വയർ എത്ര? 20ന്റെ സ്ക്വയർ. അപ്പൊ 20 ഇൻറ്റു 20 എന്ന് വരും. അപ്പോൾ 200 ഇസ് ഈക്വൽ ടു ഇത് എന്തായി പോകും? ഇത് 0 ആയി പോകും അല്ലെ. അപ്പോൾ 20 ഇൻറ്റു 20 400 അല്ലെ. 400 എ ബൈ 2. 400 ബൈ 2 എത്രയാണ്? 200 ആണ് കിട്ടുക അല്ലെ. അപ്പോൾ എ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? 200 ബൈ 200 ഇസ് ഈക്വൽ ടു എ. അപ്പോൾ 200 ബൈ 200 എത്രയാ? 1 അല്ലെ. അപ്പോൾ എ ഇസ് ഈക്വൽ ടു 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ ആൻസർ എത്ര കിട്ടി? 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നിശ്ചലാവസ്ഥയിൽ നിന്ന് നീങ്ങി തുടങ്ങുന്ന ഒരു വസ്തു 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണത്തോടെ സഞ്ചരിക്കുന്നു എങ്കിൽ 10 സെക്കൻഡ് കഴിയുമ്പോൾ വസ്തുവിന്റെ പ്രവേഗം എത്രയായിരിക്കും അല്ലെ. ആദ്യം നമുക്ക് തന്ന കാര്യങ്ങൾ എഴുതാം അല്ലെ. എന്തൊക്കെ തന്നിട്ടുണ്ട്? യു തന്നിട്ടുണ്ട്. നിശ്ചലാവസ്ഥയിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ യു എന്തായിരിക്കും? 0 ആയിരിക്കും. പിന്നെ എന്താ? ത്വരണം തന്നിട്ടുണ്ട്. ത്വരണം എത്രയാ? 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? ടൈം തന്നിട്ടുണ്ട് അല്ലെ. ടൈം എത്രയാണ്? 10 സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. എന്താ കാണേണ്ടത്? വസ്തുവിന്റെ പ്രവേഗം അല്ലെ. 10 സെക്കൻഡിന് ശേഷം വസ്തുവിന്റെ പ്രവേഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആണ് നമുക്ക് കാണേണ്ടത്. വി കാണേണ്ട ഇക്വേഷൻ ഏതാ? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി അല്ലെ. വി ഈസ് ഈക്വൽ ടു യു എത്രയാണ്? 0 പ്ലസ് എ എത്രയാണ്? 2 ഇൻറ്റു ടി എത്രയാണ്? 10. അപ്പോൾ വി ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, യെസ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വാഹനത്തിന്റെ ചലനവുമായി ബന്ധപ്പെട്ട 3 വ്യത്യസ്ത ഗ്രാഫുകൾ ചുവടെ നൽകിയിരിക്കുന്നു. ഗ്രാഫുകൾ വിശകലനം ചെയ്ത് ചലനത്തിന്റെ പ്രത്യേകതകൾ കണ്ടെത്തുക. ആ 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ. 3 ഗ്രാഫ് തന്നിട്ടുണ്ട്. ഓരോന്നിന്റെയും പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഈ ഒന്നാമത്തെ നോക്ക്. ഒന്നാമത്തെ ഗ്രാഫിൽ ക്രമമായി വർദ്ധിച്ചു വരുന്ന നേർരേഖയായിട്ടാണ് കാണാനായിട്ട് പോകുന്നത് അല്ലെ. എന്താണ്? ക്രമമായി വർദ്ധിച്ചു വരുന്ന നേർരേഖയാണ് ഇവിടെ കാണാനായിട്ട് പോകുന്നത്. ഇവിടെ എന്താ? പ്രവേഗമുണ്ട്, സമയമുണ്ട്. അപ്പോൾ ഇതെന്താ? പ്രവേഗ സമയം അല്ലെ. പ്രവേഗ സമയത്തിന്റെ ഗ്രാഫാണ്. അപ്പോൾ ഈ പ്രവേഗ സമയത്തിന്റെ ഗ്രാഫ് മുകളിലേക്കുള്ള നേർരേഖ ആയതിനാൽ വസ്തു എന്തിലായിരിക്കും ഉണ്ടാവുക? സമത്വരണത്തിലായിരിക്കും ഉണ്ടാവുക. എന്തിലായിരിക്കും ഉണ്ടാവുക? സമത്വരണത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഒന്നാമത്തെ ഗ്രാഫിൽ എന്താണ്? വസ്തു സമത്വരണത്തിലായിരിക്കും ഉണ്ടാവുക. രണ്ടാമത്തെ നോക്ക്. രണ്ടാമത്തെ ഗ്രാഫിൽ പ്രവേഗം എന്താ ചെയ്യുന്നത്? കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് അല്ലെ. പ്രവേഗം എന്താ ചെയ്യുന്നത്? കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത്. ഇവിടെ ഗ്രാഫ് എങ്ങനെയാ? നേർരേഖയിൽ തന്നെയാണ് ഉള്ളത്. പക്ഷെങ്കിൽ ഗ്രാഫ് എങ്ങനെയാ? താഴേക്കുള്ള നേർരേഖ അല്ലെ. എന്താണ്? താഴേക്കുള്ള നേർരേഖ. അതുകൊണ്ട് തന്നെ വസ്തുവിന് എന്താണ് സംഭവിക്കുന്നത്? മന്ദീകരണമാണ് സംഭവിക്കുന്നത്. മന്ദീകരണമാണ് രണ്ടാമത്തതിൽ സംഭവിക്കുന്നത്. മൂന്നാമത്തെ നോക്ക്. മൂന്നാമത്തെ ഗ്രാഫ് നേർരേഖയാണോ? അല്ല. പല
രീതിയിലാണ് ഉള്ളത് അല്ലെ, നേർരേഖയല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? ഇവിടെ വസ്തു അസമപ്രവേഗത്തിലാണ് അല്ലെ. എന്താണ്? അസമപ്രവേഗത്തിലാണ്. അതുകൊണ്ട് വസ്തു എന്തിലല്ല? സമത്വരണത്തിലല്ല എന്ന് പറയാം അല്ലെ. ഇവിടെ എന്താണ്? വസ്തു സമത്വരണത്തിലല്ല എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. കാർ എ, കാർ ബി ഇവയുടെ സഞ്ചാരത്തിന്റെ ഗ്രാഫ് തന്നിരിക്കുന്നു. ഏത് കാറിനാണ് ത്വരണം കൂടുതൽ? എന്തുകൊണ്ട്? ഏത് കാറിനാണ് ത്വരണം കൂടുതൽ? അപ്പോൾ ഒറ്റടിക്ക് നമുക്ക് മനസ്സിലാക്കാൻ വേണമെങ്കിൽ ഇവിടെ കാർ എയും ഉണ്ട്, കാർ ബിയും ഉണ്ട്. ഇത് ചെയ്ത് നോക്കാണ്ട് നമുക്ക് ഉത്തരം പറയാനായിട്ട് പറ്റും. ഇവിടെ ഈ ചെരിവ് കൂടുതൽ ആർക്കാ ഉള്ളത്? എയിനല്ലേ അല്ലെ. ചെരിവ് കൂടുതൽ കാർ എയിനാണ് ചെരിവ് കൂടുതൽ, കാർ ബിന് എന്താ? ചെരിവ് കുറവാ. അപ്പോൾ ചെരിവ് ഏതിനാണോ കൂടുതൽ അതിനായിരിക്കും എന്തുണ്ടാവുക? കൂടുതൽ ത്വരണം ഉണ്ടാവുക. അപ്പൊ അങ്ങനെയും ഉത്തരം പറയാം. അങ്ങനെ നോക്കി പറയാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഗ്രാഫ് എന്നുള്ള വാല്യൂസ് എടുത്തതിന് ശേഷം നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ സമയം തന്നിട്ടുണ്ട്, ഇവിടെ പ്രവേഗം തന്നിട്ടുണ്ട് അല്ലെ. കാർ എ 5 സെക്കൻഡിൽ നിന്ന് 7 സെക്കൻഡിലേക്ക് അല്ലെ. ഇവിടുന്ന് ഇവിടത്തേക്കല്ലേ എത്തിയിട്ടുള്ളത് അല്ലെ. ഇവിടുന്ന് ഇവിടത്തേക്ക് അല്ലെ. 0യിൽ നിന്ന് 5ലേക്കാണ് എത്തിയിട്ടുള്ളത്. കാർ ബിയോ? കാർ ബി ഇവിടെ നിന്ന് ഇവിടത്തേക്ക് അല്ലെ. 3ൽ നിന്ന് 7ലേക്കും, കാർ എ 5ൽ നിന്ന് 7ലേക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് കാണാനാ പറഞ്ഞേ? കാറിന്റെ ഏത് കാറിനാണ് ത്വരണം കൂടുതൽ? എന്തുകൊണ്ട് അല്ലെ. നമുക്ക് നോക്കാം. കാർ എന്റെ ആണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. കാർ എന്റെ സമയം എത്രയായിരിക്കും? ടി എത്രയായിരിക്കും? ഇവിടുന്ന് ഇവിടത്തേക്കാ പോയത് അല്ലെ. 5ൽ നിന്ന് 7ലേക്കാ പോയത്. അപ്പൊ സമയം എത്ര വരും? 2 സെക്കൻഡ് എന്ന് വരും അല്ലെ. ഇവിടുത്തെ യു എന്തായിരിക്കും? ആദ്യ പ്രവേഗം എന്താ? 0 അല്ലെ. ആദ്യ പ്രവേഗം എന്തായിരിക്കും? 0 ആയിരിക്കും. അന്ത്യപ്രവേഗം എത്രയാ? അന്ത്യപ്രവേഗം ഇവിടുന്ന് തുടങ്ങി എവിടെ എത്തിയത്? ഇവിടെ. ഇതിന് നേരെ എത്രയാ? 5. അപ്പോൾ അന്ത്യപ്രവേഗം 5. ഇനി എന്ത് ചെയ്യാ? നമുക്ക് ത്വരണം കാണാലോ. ത്വരണം എങ്ങനെ കാണാം? A = V - U / T അല്ലെ. V എത്രയാണ്? 5 മൈനസ് U എത്രയാണ്? 0/T എത്രയാണ്? 2. 5/2 എത്ര കിട്ടും? 2.5 m/s² എന്ന് കിട്ടും. ഇനി കാർ ബിന്റെ കാണാം. കാർ ബിന്റെ ടൈം എത്ര വരും? 3ൽ നിന്ന് 7ലേക്ക്. അപ്പൊ ടൈം എത്ര വരും? 4 സെക്കൻഡ് എന്ന് വരും അല്ലെ. യു എത്ര തന്നെ? യു 0 ആണ്. വി എത്രയാണ്? യെസ്, അതും 5 തന്നെയാണ്. അപ്പൊ ത്വരണം A = V - U / T അല്ലെ. V - U / T. വി എത്രയാണ്? 5 മൈനസ് യു എത്രയാണ്? 0/T 4 അല്ലെ. അപ്പൊ 5/4 എത്രയാണ്? 1.25 m/s² എന്ന് കിട്ടും. അപ്പോൾ ഇതും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ. കാർ എയിനാണ് ത്വരണം കൂടുതൽ അല്ലെ. കാർ എയിനാണ് എന്ത്? ത്വരണം കൂടുതൽ. കാർ ബിന് ത്വരണം കുറവാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഗ്രാഫ് കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലെ. ഏതിനാണോ ഈ ഒരു ചെരിവ് കൂടുതലുള്ളത് അതിനായിരിക്കും എന്തുണ്ടാവുക? കൂടുതൽ ത്വരണം ഉണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. തോത് മാറ്റി വരച്ച് ഗ്രാഫുകൾ താരതമ്യം ചെയ്യുക. തോതുകൾ മാറ്റി വരക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ 1 സെന്റിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 സെക്കൻഡ് എന്നല്ല എടുത്തത്. അതിന് പകരം 1 സെന്റിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സെക്കൻഡോ 3 സെക്കൻഡോ 4 സെക്കൻഡോ എത്രയെങ്കിലും എടുക്കാം. അതേപോലെ y അക്ഷത്തിലുള്ള 1 സെന്റിമീറ്റർ 1 m/s പകരം 2 m/s, 3 m/s, 4 m/s അങ്ങനെ ആക്കി എടുത്തിട്ട് വരച്ചു നോക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അങ്ങനെ വരച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യാം? ഈ ഗ്രാഫും നിങ്ങൾക്ക് വരച്ചിട്ട് കിട്ടിയ ഗ്രാഫും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കാനാ പറഞ്ഞത്. അപ്പൊ താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഈ 2 ഗ്രാഫും വലുപ്പം കൂടുന്നുണ്ടാവും അല്ലെ. താരതമ്യം ചെയ്യുമ്പോൾ വലുപ്പം കൂടുന്നുണ്ടാവും. പക്ഷെ ആകൃതിക്ക് എന്ത് ചെയ്യുന്നില്ല? മാറ്റം വരുന്നില്ല. അതുപോലെ തന്നെ എന്താ? കൃത്യതയും കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 5ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു കുട്ടി 440 മീറ്റർ ചുറ്റളവുള്ള വൃത്തപാതയിൽ കൂടി സമവേഗത്തിൽ ഓടുന്നു. ഈ ഒരു വൃത്തപാതയിലൂടെ സമവേഗത്തിലാണ് ഓടുന്നത്. ആ വൃത്തപാതയുടെ ചുറ്റളവ് എത്രയാണ്? 440 മീറ്റർ ആണ് വൃത്തപാതയുടെ ചുറ്റളവ്. എത്രയാണ്? വൃത്തപാതയുടെ ആരം 70 മീറ്റർ. ആരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെ 70 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെ എന്ത് തന്നെയായിരിക്കും? 70 മീറ്റർ ആയിരിക്കും. എയിൽ നിന്ന് ബിയിലൂടെ തിരികെ എയിൽ ഓടിയെത്താൻ എടുക്കുന്ന സമയം 80 സെക്കൻഡ് ആണ്. പട്ടികയിൽ നൽകിയ ഓരോ സന്ദർഭത്തിലുമുള്ള ദൂരം, സ്ഥാനാന്തരം, വേഗം,
പ്രവേഗം എന്നിവ കണ്ടെത്തുക. അല്ലെ, എയിൽ നിന്ന് ബിയിലേക്ക് എത്തി തിരിച്ച് എയിലേക്ക് തന്നെ എത്താൻ എടുക്കുന്ന സമയം 8 സെക്കൻഡ് ആണ്. 8 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറച്ച് സന്ദർഭം കൊടുത്തിട്ടുണ്ട്. ദൂരം, സ്ഥാനാന്തരം, പ്രവേഗമൊക്കെ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം, ദൂരം നോക്കാം. എയിൽ നിന്ന് ബിയിലേക്ക് എത്തുമ്പോൾ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും? 440 ഇത് മൊത്തം. അങ്ങനെയാണെങ്കിൽ എന്ന് ബിയിലേക്ക് എന്ന് പറയുന്നത് എന്താ? പകുതി അല്ലെ. അപ്പൊ 440ന്റെ പകുതി എത്രയാണ്? 220 മീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഇവിടുത്തെ സ്ഥാനാന്തരം എത്രയാ? എയിൽ നിന്ന് ബിയിലേക്കുള്ള സ്ഥാനാന്തരം എത്ര? 70 + 70 140. 140 എന്ന് കിട്ടും അല്ലെ. 140 ആണ് ഇത്, 140. ഇനി അടുത്ത എന്താ? വേഗം കാണണം അല്ലെ. വേഗത്തിന്റെ ഇക്വേഷൻ എന്തേനു? വേഗം = ദൂരം. ദൂരം ബൈ സമയം. ദൂരം ബൈ സമയമാണ്. അപ്പൊ ഇവിടുത്തെ ദൂരം എത്ര? 220. 220 ബൈ സമയം എത്രയാണ്? ഇവിടുന്ന് ഇവിടത്തേക്കാണ് ചോദിക്കുന്നത്. പക്ഷേ ഇവിടുന്ന് എന്ന് തുടങ്ങി എയിലേക്ക് എത്താൻ 80 സെക്കൻഡ് ആണെങ്കിൽ എന്ന് ബിയിലേക്ക് എത്താൻ എത്ര ആയിരിക്കും? ഇതിന്റെ പകുതി സമയമായിരിക്കും വേണ്ടി വരും അല്ലെ. അപ്പൊ എത്രയായിരിക്കും? ബൈ 40 അല്ലെ. അപ്പൊ 22/4. ആൻസർ എത്ര കിട്ടും നമുക്ക്? 5.5 എന്ന് കിട്ടും അല്ലെ. അപ്പോ വേഗം കിട്ടി. ഇനി എന്ത് കാണണം? പ്രവേഗം കാണണം അല്ലെ. പ്രവേഗം. പ്രവേഗം = എന്തായിരുന്നു? സ്ഥാനാന്തരം ബൈ സമയമാണ് അല്ലെ. സ്ഥാനാന്തരം ബൈ സമയം. ഇവിടുത്തെ സ്ഥാനാന്തരം എത്രയാ? 140. സമയം എത്രയാ? അതും 40. അപ്പൊ 14/4. 14/4 എത്ര കിട്ടും? 3.5 അല്ലെ. മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ ബിയിലേക്ക് എത്തുമ്പോഴുള്ള ദൂരം കിട്ടി, സ്ഥാനാന്തരം കിട്ടി, വേഗം കിട്ടി, പ്രവേഗം കിട്ടി അല്ലെ. ഇനി അടുത്തത് എന്താ? എയിലെത്തുമ്പോഴുള്ള ദൂരം. എയിൽ നിന്ന് തുടങ്ങി ബിയിലെത്തി തിരിച്ച് എയിലേക്ക് എത്തുമ്പോൾ എത്ര ദൂരാണ്? യെസ്, 440 മീറ്റർ ആണ്. സ്ഥാനാന്തരം എത്രയായിരിക്കും? എയിൽ തുടങ്ങി എയിൽ തന്നെയാണ് അവസാനിച്ചത്. അപ്പൊ സ്ഥാനാന്തരം എത്രയായിരിക്കും? 0 ആയിരിക്കും അല്ലെ. സ്ഥാനാന്തരം 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ വേഗം എന്തായിരിക്കും? വേഗം = ദൂരം ബൈ സമയം. ദൂരം ബൈ സമയം. ദൂരം എത്രയാ? 440 ബൈ സമയം എത്രയാ? 80 ആണ് അല്ലെ. ഇവിടുന്ന് എയിലേക്ക് എത്താൻ എത്രയാ? 80. അപ്പൊ 44/8 എത്ര കിട്ടും? 5.5 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. അടുത്ത എന്താണ്? പ്രവേഗമാണ് അല്ലെ. പ്രവേഗം = സ്ഥാനാന്തരം ബൈ സമയം. ഇവിടുത്തെ സ്ഥാനാന്തരം എത്രയാ? 0 ആണ് അല്ലെ. 0/80 = 0 എന്ന് കിട്ടും അല്ലെ. ക്ലിയർ ആയല്ലോ അല്ലെ. അപ്പൊ ആദ്യത്തെ ദൂരം 220, സ്ഥാനാന്തരം 140. രണ്ടാമത്തെ 440, സ്ഥാനാന്തരം 0. ആദ്യത്തെ വേഗം 5.5 മീറ്റർ/സെക്കൻഡ്. അതിന്റെ പ്രവേഗം 3.5 മീറ്റർ/സെക്കൻഡ്. രണ്ടാമത്തെ വേഗം 5.5 മീറ്റർ/സെക്കൻഡ്. പ്രവേഗം 0. ക്ലിയർ ആയല്ലോ അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ധാരാളം ക്വസ്റ്റ്യൻസ് എക്സാംസിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നിശ്ചലാവസ്ഥയിൽ നിന്നും പുറപ്പെട്ട ഒരു ട്രെയിനിന്റെ പ്രവേഗം 5 മിനിറ്റ് കൊണ്ട് 72 km/h ആകുന്നു. ട്രെയിനിന്റെ ത്വരണവും ഈ സമയം കൊണ്ട് ട്രെയിനിനുണ്ടായ സ്ഥാനാന്തരവും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. നിശ്ചലാവസ്ഥയിൽ നിന്നാണ് പുറപ്പെട്ടത്. അപ്പൊ യു എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ. പിന്നെ ട്രെയിനിന്റെ പ്രവേഗം 5 മിനിറ്റ് കൊണ്ട് 72 km/h ആയി. അപ്പോൾ വി എന്തായിരിക്കും? 72 km/h ആയിരിക്കും. പക്ഷെങ്കിൽ നമ്മളുടെ പ്രവേഗത്തിന് പഠിച്ച യൂണിറ്റ് ഏതാ? യെസ്, മീറ്റർ/സെക്കൻഡ് ആണ് അല്ലെ. പക്ഷെ ഇവിടെ ഏതാ ഉള്ളത്? km/h. അപ്പൊ km/h നമ്മൾ മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു 5/18 ചെയ്യണം. എന്താണ്? km/h ഉള്ളതെങ്കിൽ അതിനെ മീറ്റർ/സെക്കൻഡിലാക്കാൻ വേണ്ടിയിട്ട് ആ നമ്പർ ഇൻറ്റു 5/18 ചെയ്യണം. അപ്പൊ 72 ഇൻറ്റു 5/18 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. എത്ര? 20 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. പിന്നെ എന്താ? ട്രെയിനിന്റെ സമയം തന്നിട്ടുണ്ട് അല്ലെ. ടൈം എത്രയാണ് തന്നിട്ടുള്ളത്? 5 മിനിറ്റ് ആണ് തന്നിട്ടുള്ളത്. പക്ഷെങ്കിൽ സമയത്തിന്റെ യൂണിറ്റ് എന്താ? സെക്കൻഡ് ആണ്. അപ്പൊ സെക്കൻഡിലേക്ക് മാറ്റണം അല്ലെ. 1 മിനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 60 സെക്കൻഡ് ആണ്. അപ്പൊ 5 മിനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഇൻറ്റു 60 എത്ര കിട്ടും? 300 സെക്കൻഡ് എന്ന് കിട്ടും അല്ലെ. 300
സെക്കൻഡ് എന്ന് കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യുക, ത്വരണം കണ്ടുപിടിക്കുക അല്ലെ, ത്വരണം കണ്ടുപിടിക്കാം. അപ്പൊ ഇതൊന്ന് ഞാൻ ഇറേസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒന്നും കൂടി ഇവിടെ മാറ്റി എഴുതാം. u 0 ആണ്, v 20 ആണ്, സമയം 300 സെക്കൻഡ് ആണ്. ഇനി എന്ത് കണ്ടുപിടിക്കണം, ത്വരണം കണ്ടുപിടിക്കണം. ത്വരണം എങ്ങനെ കാണുക, a is equal to v minus u by t അല്ലെ. v എത്രയാണ് 20 മൈനസ് യു എത്രയാണ് 0 ബൈ സമയം എത്രയാ 300 അല്ലെ. അപ്പൊ എന്ത് വരും, 20/300. അപ്പൊ ഈ 0 വെട്ടി 2/30 എത്ര കിട്ടും, 1/15 1/15 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ ത്വരണം എത്ര കിട്ടി, 1/15 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. ഇനി എന്താ, ഈ സമയം കൊണ്ട് ട്രെയിനിനുണ്ടായ സ്ഥാനാന്തരം കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് കണ്ടുപിടിക്കണം, എസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പോൾ എസും ടിയും വിയും യുവും ഉള്ള ഇക്വേഷൻ ഏതാ, യെസ്, നമുക്ക് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ യൂസ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു യു 0 അപ്പോൾ 0 ഇൻറ്റു 300 ചെയ്ത് കഴിഞ്ഞാൽ എന്താ 0 പ്ലസ് 1/2 ഇൻറ്റു എ എത്ര കിട്ടി 1/15 ഇൻറ്റു ടി എത്രയാണ് 300 ഇൻറ്റു 300 ടി സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, 300/15 ഇവിടെ എന്ത് വരും 20 എന്ന് കിട്ടും അല്ലെ. 20 എന്ന് കിട്ടും. 20ന് 2 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും, 10 എന്ന് കിട്ടും. അപ്പൊ എസ് എത്ര കിട്ടി, 10 ഇൻറ്റു 300 എത്രയായി 3000 മീറ്റർ എന്ന് കിട്ടും. എത്ര കിട്ടും, 3000 മീറ്റർ. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ, പട്ടിക 2.10 വിശകലനം ചെയ്ത് പ്രവേഗ സമയ ഗ്രാഫ് വരയ്ക്കുക. ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. ആ പട്ടിക നോക്കിയതിന് ശേഷം എന്താ പ്രവേഗം സമയം ഗ്രാഫ് വരക്കാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ചെറുതാക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു സൈഡിലേക്ക് മാറ്റി വരയ്ക്കാം. അപ്പൊ ഇവിടെ നോക്ക്, സമയമെല്ലാം എന്താ പോസിറ്റീവായിട്ടാണ് തന്നത്, പ്രവേഗമെല്ലാം എന്താ തന്നിട്ടുള്ളത്, അതും പോസിറ്റീവായിട്ടാണ് തന്നെ. അപ്പൊ നമുക്ക് ഏതാ വരക്കുക, നമുക്ക് ഈ ഒരു ഭാഗത്തിന്റെ ആവശ്യം മാത്രമേ വേണ്ടൂ അല്ലെ. അപ്പൊ ഇതെന്താണ്, എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്, ഇവിടെ 0 ആണ് അല്ലെ. ഇവിടെ എന്താണ് കൊടുക്കുക നമ്മൾ, ഇവിടെ സമയം, ഇവിടെ എന്താണ് സമയമാണ് എസ്. ഇവിടെ എന്താ നമ്മൾ കൊടുക്കുക, ഇവിടെ പ്രവേഗം, ഇവിടെ പ്രവേഗമാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, ഇനി നോക്ക് സമയം എങ്ങനെയാ പോകുന്നത്, 0 2 4 6 8 10 അല്ലെ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, എക്സ് അക്ഷത്തിൽ അല്ലെ, എക്സ് ആക്സിസിലാണെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലെ, ഒരു യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ആക്കി എടുക്കാം, 2 സെക്കൻഡ് ആക്കി എടുക്കാം അല്ലെ. എക്സ് അക്ഷത്തിൽ ഒരു യൂണിറ്റ് അല്ലെ, ഇവിടെ നമുക്ക് ഇങ്ങനെ ഉണ്ടല്ലോ അല്ലെ, ഇങ്ങനെ കുറെ ലൈൻ ഉണ്ടാവും ഗ്രാഫിൽ അല്ലെ. അപ്പോൾ ഇവിടെ ഒരു യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാക്കി എടുക്കാം, നമുക്ക് 2 സെക്കൻഡ് ആക്കി എടുക്കാം. വൈ അക്ഷത്തിലോ വൈ ആക്സിസിൽ എങ്ങനെയാക്കി എടുക്കാം, ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താക്കി പറയാനായിട്ട് പറ്റും, 10 15 20 20 അങ്ങനെയാ പോകുന്നത്. അപ്പോൾ 5ന്റെ ആയിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 5 മീറ്റർ പെർ സെക്കൻഡ് എന്നും എടുക്കാം. ഇനി എന്ത് ചെയ്യാം, നേരെ നമുക്ക് ഇതിവിടെ കൊടുക്കാം അല്ലെ. ഇവിടെ 0 ഉണ്ട്, 2 4 6 8 10. ഇവിടെ എങ്ങനെ പോവും, 5 10 15 20 25. ഓക്കെ, ഇത്രയും മതി. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഓരോന്ന് നോക്കി ചെയ്യാം. 0ന് നേരെ 10 അല്ലെ, 0ന് നേരെ 10. ഓക്കെ, 2ന് നേരെ 15, 2ന് നേരെ 15, 4ന് നേരെ 20, 4ന് നേരെ 20, 6ന് നേരെയും എന്താണ് 20, 8ന് നേരെയും എന്താ 20, 10ന് നേരെ 15, 10ന് നേരെ 15. അപ്പൊ ഇനി എന്ത് ചെയ്യാം, ഇതെല്ലാം ഒന്ന് കൂട്ടി വരക്കാം അല്ലെ. കൂട്ടി വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇങ്ങനെയുള്ള ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ഗ്രാഫിൽ നിന്ന് ത്വരണമില്ലാത്ത സമയ ഇടവേള കണ്ടെത്തുക. ഇവിടെ ത്വരണമില്ലാത്ത സമയ ഇടവേള ഏതാ, ഇവിടെ ത്വരണമുണ്ട് അല്ലെ, ഇവിടെയും ത്വരണമുണ്ട്. പക്ഷെ ഇവിടെ ത്വരണമുണ്ടോ, ഇല്ല, ഇവിടെ ത്വരണമില്ല. കാരണം എന്താ, ഇവിടെ സമപ്രവേഗമാണുള്ളത്. സമപ്രവേഗമാണെങ്കിൽ ഇവിടെ ത്വരണം ഉണ്ടാവോ, ഇല്ല, ത്വരണം ഉണ്ടാവില്ല. അപ്പൊ ഏതാണ് ആ സമയം നോക്കാം. ഇവിടെ ഇങ്ങനെ താഴോട്ടേക്ക് വരച്ചു കഴിഞ്ഞാൽ 4ലേക്കും 8ലേക്കുമാണ് വന്നു വീഴുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം, 4 മുതൽ 8 സെക്കൻഡ് വരെ അല്ലെ, 4 മുതൽ 8 സെക്കൻഡ് വരെ ഇവിടെ
ത്വരണം ഇല്ല. അടുത്ത നോക്ക്, മന്ദീകരണമുള്ള സമയ ഇടവേള കണ്ടെത്തുക. മന്ദീകരണമുള്ള സമയ ഇടവേള. ഇവിടെ മന്ദീകരണം എവിടെയാ? ഇവിടെയാണോ? അല്ല, ഇവിടെ കൂടുന്നാണ് അല്ലെ, ഇവിടെ ഒന്നുമില്ല, ഇവിടെ കുറയുന്നാണ് അല്ലെ, ഇവിടെ കുറയുന്നാണ്. അപ്പോൾ ഏതായിരിക്കും ആ സമയ ഇടവേള? യെസ്, ഇതായിരിക്കും അല്ലെ, 8ന്റെയും 10ന്റെയും. എന്താണ്? 8ന്റെയും 10ന്റെയും ഇടയിലായിരിക്കും എന്ത്? മന്ദീകരണം ഉള്ളത് അല്ലെ. ഇനി നോക്ക്, 4ാമത്തെ സെക്കൻഡിനും 8ാമത്തെ സെക്കൻഡിനും ഇടയിലുള്ള സ്ഥാനാന്തരം കണ്ടെത്തുക. എന്താണ്? 4ാമത്തെ സെക്കൻഡിലും 8ാമത്തെ സെക്കൻഡിലുമുള്ള ഈ ഒരു ഇതിന്റെ സ്ഥാനാന്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പഠിച്ചതാണ് അല്ലെ, സ്ഥാന സമയ ഗ്രാഫ് അല്ലെ. സ്ഥാന സമയ ഗ്രാഫിന്റെ ഇത് ഏരിയ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? യെസ്, സ്ഥാനാന്തരമാണ് നമുക്ക് കിട്ടുക അല്ലെ. സ്ഥാന സമയ ഗ്രാഫിന്റെ ഏരിയ, വിസ്തീർണം കണ്ടു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് സ്ഥാനാന്തരമാണ് കിട്ടുക അല്ലെ. അപ്പോൾ 4ന്റെയും 8ന്റെയും ഇടയിൽ എന്ന് പറയുന്നത് എന്താ? ഇതാണ്. അപ്പോൾ ഇത് ലെങ്ത്തും ഇതെന്താ? ബ്രെഡ്ത്തും ആണെങ്കിൽ അല്ലെ, ഇത് ലെങ്ത്തും ഇത് ബ്രെഡ്ത്തും ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? L × B ചെയ്താൽ മതി അല്ലെ. L × B. L എത്രയാണ്? 20. L 20 ഇൻറ്റു B എത്രയാണ്? 8 - 4. 8 - 4 4. അപ്പൊ 20 × 4 എത്രയാ? 80 മീറ്റർ. എത്ര കിട്ടും? 80 മീറ്റർ. ഇവിടുത്തെ സ്ഥാനാന്തരം എത്രയാണ്? 80 മീറ്റർ എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് അല്ലെ. ഞാൻ ക്ലാസ്, അതായത് സ്ഥാന സമയ ഗ്രാഫ് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, അതിന്റെ അടിയിൽ വരുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏതാ കിട്ടുക? സ്ഥാനാന്തരമാണ് കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി നോക്കിക്കോളൂ, 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രാഫുകൾ നിരീക്ഷിക്കുക. 1, 2, 3 3 ഗ്രാഫുകൾ ഉണ്ട്. ഇവിടെ ഏത് ഗ്രാഫിലാണ് വസ്തു സമത്വരണമുള്ളത്? ഇവിടെ എവിടെയാണ് വസ്തുവിന് സമത്വരണമുള്ളത്? സമത്വരണമാണ് ഉള്ളത്. ഇവിടെ ഉണ്ടോ? സമത്വരണമാണോ ഉള്ളത്? ഇല്ല, ഇവിടെ ത്വരണമേ ഇല്ല. ഇവിടെ ത്വരണം എന്താ? 0 ഇവിടെ നോക്കൂ, പ്രവേഗം കൂടുമ്പോൾ സമയം കൂടുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കും? ഇവിടെ സമത്വരണമായിരിക്കും. ഓപ്ഷൻ 2 ശരി ഉത്തരം. സമപ്രവേഗമുള്ളത്. സമപ്രവേഗം എവിടെയാ? യെസ്, 1ാമത്തെ ഗ്രാഫിലാണ് സമപ്രവേഗമുള്ളത്. ത്വരണവും മന്ദീകരണവും ഉള്ളത്. ത്വരണവും മന്ദീകരണവും. ഇവിടെ മന്ദീകരണമില്ല, ഇവിടെയും മന്ദീകരണമില്ല. ഇവിടെ ത്വരണവുമുണ്ട് മന്ദീകരണവുമുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി അല്ലെ. സമത്വരണം എവിടെയാണ്? 2ലാണ്. സമപ്രവേഗം 1ലാണ്. ത്വരണവും മന്ദീകരണവും ഉള്ളത് 3ലാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ ഇത്? യെസ്. ഇനി നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കുറച്ച് സ്പീഡിൽ പോകുന്നുണ്ട്, കാരണം നമുക്ക് ഫുള്ള് ചെയ്ത് തീർക്കണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. ഒരു വസ്തുവിന്റെ നേർരേഖാ ചലനവുമായി ബന്ധപ്പെട്ട പ്രവേഗ സമയ ഗ്രാഫ് നൽകിയിരിക്കുന്നു. ഇവിടെ പ്രവേഗ സമയ ഗ്രാഫ് നൽകിയിട്ടുണ്ട്. ഗ്രാഫിൽ ഏതവസരത്തിലാണ് വസ്തുവിന് ത്വരണമുള്ളത്? ഗ്രാഫിൽ ഏതവസരത്തിലാണ് വസ്തുവിന് ത്വരണമുള്ളത്? OA അല്ലെ. OAയിൽ എന്തുണ്ട്? വസ്തുവിന് എന്തുണ്ട്? ത്വരണമുണ്ട്. അതേപോലെ തന്നെ BCയിലും എന്തുണ്ട്? വസ്തുവിന് ത്വരണമുണ്ട്. ഇവിടെ ത്വരണം കൂടുന്നതാണെങ്കിൽ ഇവിടെ ത്വരണം കുറയുന്നതാണ് അല്ലെ. അപ്പൊ OAയിലും BCയിലും എന്തുണ്ട്? OAയിലും BCയിലും ത്വരണമുണ്ട്. OAയിൽ എന്താ? കൂടുകയാണെങ്കിൽ BCയിൽ കുറയാണ്, മന്ദീകരണമാണ് ഉള്ളത്. സമപ്രവേഗമുള്ളത്. സമപ്രവേഗം എവിടെയാണ് ഉണ്ടാവുക? യെസ്, AB അല്ലെ. ABയിലാണ് എന്ത്? സമപ്രവേഗമുള്ളത്. ABയിലാണ് സമപ്രവേഗമുള്ളത്. മന്ദീകരണമുള്ളത്. മന്ദീകരണം ഏതാ? Bയിൽ നിന്ന് Cയിലേക്ക് അല്ലെ. BCയിലാണ് എന്ത്? മന്ദീകരണം ഉള്ളത്. ക്ലിയർ ആയല്ലോ അല്ലെ? ഓക്കെ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രാത്രിയിലും വെളിച്ചം കുറവുള്ള സമയത്തും കാൽനട യാത്രക്കാർ കടും നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് സുരക്ഷിതമല്ല എന്നറിയാമല്ലോ. നിങ്ങളുടെ സ്കൂളിൽ കടും നിറത്തിലുള്ള യൂണിഫോം തിരഞ്ഞെടുക്കുവാൻ സ്കൂൾ അധികൃതർ തീരുമാനിച്ചു. ഈ തീരുമാനത്തോട് നിങ്ങളുടെ പ്രതികരണം രേഖപ്പെടുത്തുക. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉത്തരം സാധൂകരിക്കുക. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലെ. രാത്രിയിലോ അല്ലെങ്കിൽ വെളിച്ചം കുറവുള്ള സമയത്തോ നമ്മൾ കടും നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാനായിട്ട് പാടില്ല. നമ്മൾ എങ്ങനെയുള്ള വസ്ത്രങ്ങൾ വേണം ധരിക്കാൻ? ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ വേണം ധരിക്കാൻ. കടും നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ രാത്രി സമയത്ത് വാഹനം അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റോഡിന്റെ സൈഡിലൂടെ നടന്നു പോകുന്നുണ്ടെങ്കിലോ കാണാനായിട്ട് പറ്റില്ല. അപ്പൊ അത് എന്തിനു കാരണമാക്കും? അപകടങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള കാരണം ഉണ്ടാക്കും. ഓക്കെ. 11th ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കുട്ടി Pയിൽ നിന്ന് യാത്ര തിരിച്ച് QR എന്നീ ഭാഗങ്ങളിലൂടെ Sലും തുടർന്ന് നേരെ
പിയിൽ തിരിച്ചെത്തുകയെന്നും ചിത്രീകരിച്ചിരിക്കുന്നു. ഇവിടെ എന്താണുള്ളത്? പിന്ന് ക്യൂല് പോയി, എന്നിട്ട് ആറിൽ പോയി, എന്നിട്ട് എസ്സിൽ പോയി, തിരിച്ച് പിയിൽ തന്നെ എത്തി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്യൂ വരെ എത്തുമ്പോൾ, ആർ വരെ എത്തുമ്പോൾ, എസ് വരെ എത്തുമ്പോൾ, പിയിൽ തിരികെ എത്തുമ്പോൾ അങ്ങനെയുണ്ട്. അപ്പം ഇവിടെ നമുക്ക് എഴുതാം. ഓക്കെ, എന്താണ്? വേഗം കാണണം അല്ലെ? വേഗമുണ്ട്, വേഗം കാണണം. പിന്നെ എന്താണ്? പ്രവേഗവും കാണണം. വേഗമുണ്ട്, പ്രവേഗവും കാണണം. അപ്പോൾ ക്യൂയിലാണ് ഉള്ളത്. എന്താണ്? ക്യൂയിലാണ് ഉള്ളത്. ചിത്രം ഒന്നും കൂടി വലുതാക്കി കാണിച്ചു തരാം. ഓക്കെ, യെസ്, ഇതാണ് നമ്മളുടെ ചിത്രം. അങ്ങനെയാണെങ്കിൽ പിയിൽ നിന്ന് ക്യൂയിലേക്കാണ് എത്തിയിട്ടുള്ളത്. പിയിൽ നിന്ന് ക്യൂയിലേക്കാണ് എത്തിയിട്ടുള്ളത്. അങ്ങനെയാണ് വേഗം കാണാനാ പറഞ്ഞത്. വേഗം ഇസ് ഈക്വൽ ടു എന്താണ്? ദൂരം അല്ലെ? ദൂരം ബൈ സമയം. ഇവിടെ ദൂരം എത്ര? പിന്ന് ക്യൂയിലേക്കുള്ള ദൂരം 60 മീറ്റർ ബൈ സമയം എത്ര? 10. അപ്പൊ 60 ബൈ 10 എത്ര കിട്ടും? 6 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. 6 മീറ്റർ പെർ സെക്കൻഡ്. ഇനി അടുത്ത എന്താ? പ്രവേഗം കാണണം. പ്രവേഗം എങ്ങനെ കാണാം? എസ് ബൈ ടി അല്ലെ? സ്ഥാനാന്തരം ബൈ സമയം. ഇവിടെ നിന്ന് പിന്ന് ക്യൂയിലേക്കുള്ള സ്ഥാനാന്തരം എത്രയാ? അതും 60 ബൈ സമയം എത്രയാ? 10. 60 ബൈ 10 എത്ര കിട്ടും? 6 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പൊ ക്യൂവിന്റെ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി എന്ത് ചെയ്യാം? ആറിലേക്ക് അല്ലെ? പിന്ന് ക്യൂവിൽ പോയി, എന്നിട്ട് ആറിലേക്ക് എത്തി. അങ്ങനെയാണെങ്കിൽ വേഗം കാണണം. വേഗം എങ്ങനെയാ കാണുക? ദൂരം ബൈ സമയം. ഇവിടെ ദൂരം എത്ര വരും? 60 പ്ലസ് 90 അല്ലെ? എന്ത് വരും? 60 പ്ലസ് 90 ബൈ സമയം എത്ര വരും? 10ഉം 15ഉം അല്ലെ? 10 പ്ലസ് 15. അപ്പൊ എന്ത് വരും? 60 പ്ലസ് 90 എത്ര വരും? 150 ബൈ സമയം 25. 150 ബൈ 25 എത്ര കിട്ടുക? 6 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇനി പിന്ന് ആറിലേക്ക് എത്താനുള്ള പ്രവേഗം അല്ലെ? പ്രവേഗം എന്താ? സ്ഥാനാന്തരം ബൈ സമയം. അവിടുത്തെ സ്ഥാനാന്തരം എത്രയാ? 125 അല്ലെ? അപ്പൊ 125 ബൈ സമയം എത്രയാ? 10 പ്ലസ് 15. 10 പ്ലസ് 15. അപ്പം 125 ബൈ എന്ത് വരും? 25 എന്ന് വരും. 125 ബൈ 25 എത്രയാ? 5 മീറ്റർ പെർ സെക്കൻഡ്. 5 മീറ്റർ പെർ സെക്കൻഡ്. ഇനി അടുത്ത നോക്കാം. ആറിലെത്തി. ഇനി എന്താ? എസ്സിലേക്കാണ് പോകുന്നത്. ഇനി എസ്സിലേക്ക് പോയി. അപ്പൊ വേഗം എത്രയായിരിക്കും? 60 പ്ലസ് 90 പ്ലസ് 54 അല്ലെ? 60 പ്ലസ് 90 പ്ലസ് 54 ബൈ സമയം 10 പ്ലസ് 15 പ്ലസ് 9. 10 പ്ലസ് 15 പ്ലസ് 9. 60 പ്ലസ് 90 150. 150 പ്ലസ് 54 204 ബൈ 10 പ്ലസ് 15 25. 25 പ്ലസ് 9 34. അപ്പോൾ 204 ബൈ 34 എത്ര കിട്ടും? 6 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. പ്രവേഗം കാണാം. എസ്സിലാണുള്ളത് അല്ലെ? എസ്സിലെ പിയിൽ നിന്ന് എസ്സിലേക്ക്. അപ്പൊ സ്ഥാനാന്തരം എത്രയാ? 136 ആണ്. ഇനിയിപ്പോ പോയിട്ട് സമയം 16 സെക്കൻഡ് എന്ന് എഴുതണ്ട. 16 സെക്കൻഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? തെറ്റും. കാരണം എസ് എന്ന് പിയിലോട്ടേക്കല്ല വരുന്നത്. നമ്മൾ എങ്ങനെയാണ് പോയത്? പിന്ന് ക്യൂവിൽ പോയി, ക്യൂന്ന് ആറിൽ പോയി, ആറിന്ന് എസ്സിലേക്കാണ് വന്നത്. അപ്പോൾ ഇത്രയും ദൂരം സഞ്ചരിക്കാൻ ഇത്രയും സമയമെടുത്ത്. അപ്പൊ സമയം ഏതാ വരിക? 10 പ്ലസ് 15 പ്ലസ് 9 എന്ന് വരും. അപ്പൊ 136 ബൈ 34 എന്ന് കിട്ടും. ആൻസർ ഇസ് 4 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ അല്ലെ? ഇനി അടുത്ത എന്താ? തിരിച്ച് പിയിൽ തന്നെ എത്തുവാണെങ്കിൽ ദൂരം എത്ര വരും? യെസ്, മൊത്തം അല്ലെ? മൊത്തം ദൂരം വരും. അപ്പൊ എന്ത് വരും? 60 പ്ലസ് 90 പ്ലസ് 54 പ്ലസ് 136 ബൈ സമയം എത്ര വരും? 10 പ്ലസ് 15 പ്ലസ് 9 പ്ലസ് 4. ഇതെത്ര കിട്ടും? ഇത് 340 ബൈ 50 എന്ന് കിട്ടും. 340 ബൈ 50 എത്രയാ? 6.8 മീറ്റർ പെർ സെക്കൻഡ്. 6.8 മീറ്റർ പെർ സെക്കൻഡ്. ഇനി പ്രവേഗം കാണാം. പിന്ന് ക്യൂവിൽ പോയി, ആറിൽ പോയി, എസ് പോയി, തിരിച്ച് പിയിൽ തന്നെ വന്ന. അപ്പോൾ ഇവിടുത്തെ സ്ഥാനാന്തരം എത്രയാ? 0 അല്ലെ? 0 ബൈ സമയം എത്രയാ? 0 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ അല്ലെ? ക്യൂ ആർ എസ് പി അവിടുത്തെ ദൂരം, പ്രവേഗം ആൻഡ് വേഗമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇതേപോലെയുള്ള സെയിം ടൈപ്പ് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു കല്ല് 20 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ മുകളിലേക്ക് കുത്തനെ എറിയുന്നു. ഇവിടെ ഒരു
കല്ലുണ്ട്. ഈ കല്ലെന്താ മുകളിലേക്കാണ് എറിയുന്നത്. എത്രയാ അവിടുത്തെ പ്രവേഗം? യു അല്ലെ? എറിയുമ്പോഴുള്ള എത്രയാ? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എറിയുമ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ മേലോട്ടേക്ക് എറിഞ്ഞ് ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഈ കല്ല് എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യല്ലോ അല്ലെ? എന്നിട്ട് പിന്നെയും താഴോട്ടേക്കാ വരാം. അപ്പൊ അതായിരിക്കൂലേ നമ്മളുടെ അന്ത്യപ്രവേഗം അല്ലെ? ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ വി എന്തായിരിക്കും? വി 0 ആയിരിക്കും. വി എന്തായിരിക്കും? 0 ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടെ ക്വസ്റ്റ്യനിൽ നോക്കൂ, എ ഈസ് ഈക്വൽ ടു -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നും തന്നിട്ടുണ്ട്. നമുക്കറിയാം താഴോട്ടേക്ക് അല്ലെ ഭൂമി പിടിച്ചു വലിക്കുന്ന ഒരു ത്വരണമുണ്ട്. അത് എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇതിനെ നമ്മൾ എന്താക്കി മാറ്റും? 9.8 എന്ന് വെച്ച് കഴിഞ്ഞാൽ 10-നടുത്താൽ, അപ്പൊ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നമുക്ക് എഴുതാനായിട്ട് പറ്റും. പക്ഷെ ഭൂമി താഴോട്ടേക്കാ പിടിക്കുന്നത്, അതുകൊണ്ട് എന്താ? ഇത് പോസിറ്റീവ് ആണ്. പക്ഷെ നമ്മൾ മേലോട്ടേക്കാ എറിയുന്നത്, അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് എ എന്ത് വന്ന് സോറി കേട്ടോ, എ എന്ത് വന്ന്? -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വന്ന്. ഓക്കെ, ഇനി നോക്കാം, ഈ കല്ല് പരമാവധി എത്ര ഉയരത്തിൽ എത്തും? നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അലർജീൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്, സോറി. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഉയരം കണ്ടുപിടിക്കാനാണ്, എസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പം യു ഉണ്ട്, എ ഉണ്ട്, വി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എസ് എങ്ങനെ കണ്ടുപിടിക്കുക? യെസ്, നമുക്ക് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ വി എത്രയാണ്? 0 ആണ്. അപ്പോൾ 0 ഈസ് ഈക്വൽ ടു യു എത്രയാ? 20. അപ്പോൾ 20 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ എത്രയാണ്? -10 ഇൻറ്റു എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എന്ത് ചെയ്യാം? 2 ഇൻറ്റു 10 എത്ര വരും? 20 കിട്ടും അല്ലെ? -20 പ്ലസ് 20 സ്ക്വയർ എത്ര വരും? 400 എന്ന് വരും അല്ലെ? 400 ഇൻറ്റു ഒരു എസും കൂടി ഉണ്ട്. അപ്പൊ ഇതിന് ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 20s ഇസ് ഈക്വൽ ടു 400 എന്ന് കിട്ടും. അപ്പൊ എസ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 400/20. അപ്പോൾ ഇതും വെട്ടി 40/2 എത്ര കിട്ടും? 20 മീറ്റർ അല്ലെ? എത്ര? പരമാവധി ഉയരം ഇവിടുന്ന് ഇവിടം വരെയുള്ള ഉയരം എത്രയാണ്? പരമാവധി ഉയരം ഇസ് ഈക്വൽ ടു 20 മീറ്റർ എന്ന് നമുക്ക് കിട്ടി അല്ലെ? 20 മീറ്റർ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി എന്താ? പുറപ്പെട്ട് 3 സെക്കൻഡ് കൊണ്ട് ഈ കല്ല് എത്ര ദൂരം സഞ്ചരിക്കും അല്ലെ? എന്താണ്? ഇവിടുന്ന് ഇവിടം വരെ എത്തി, പിന്നെ 3 സെക്കൻഡ് കൊണ്ടാ ചോദിക്കുന്നത് അല്ലെ? സമയം എത്രയാണ് നമുക്കറിയാവോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ 3 സെക്കൻഡ് കൊണ്ട് അത് എത്ര ദൂരമാണ് സഞ്ചരിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് എത്ര ദൂരം സഞ്ചരിക്കുന്നു എന്നൊന്നും നമുക്കറിയില്ല, അത് കണ്ടുപിടിക്കണം അല്ലെ? അപ്പോൾ ഇവിടെ നിന്ന് ഇവിടത്തേക്ക് എത്തി, ഇവിടെയാണ് എത്തിയിട്ടുള്ളത് അല്ലെ? എസ് നമുക്ക് ഇങ്ങോട്ടേക്കുള്ള ദൂരം അറിയാം അല്ലെ? 3 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കുന്നതെന്നാ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഇവിടെ നിന്ന് ഇവിടെ എത്താൻ ടി എന്ന സമയം എടുക്കുന്നതെന്ന് വിചാരിക്കേണ്ട. പരമാവധി ഉയരത്തിൽ എത്താൻ എടുക്കുന്ന സമയം ടി ആണ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. വി 0 ആണ് നമുക്കറിയാം. യു എത്രയാ? 20 ആണ്. പ്ലസ് എ എത്രയാ? -10 ആണ്. ഇൻറ്റു ടി ആണ്. ഇനി ഇവിടുന്ന് ടി കണ്ടുപിടിക്കാമല്ലോ അല്ലെ? അപ്പൊ ടി ഈസ് ഈക്വൽ ടു അല്ലെ? ടി ഈസ് ഈക്വൽ ടു എന്ത് വരും? 20/10. 20/10 എത്ര വരും? 2 സെക്കൻഡ് എന്ന് കിട്ടും അല്ലെ? 2 സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ ഇവിടുന്ന് ഇവിടെ എത്താൻ എത്ര സമയം എടുത്ത്? 2 സെക്കൻഡ് എടുത്ത്. അങ്ങനെയാണെങ്കിൽ 3 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിക്കുന്നതെന്നാ വേണ്ട. എത്രയാണ്? 3 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിക്കുന്നത്? അപ്പൊ ഇവിടുന്ന് ഇവിടത്തേക്ക് 2 സെക്കൻഡ്, എത്ര ദൂരം? 20 മീറ്റർ സഞ്ചരിച്ച്. അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കുന്നതെന്നും കൂടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ടോട്ടൽ ദൂരം ഇതിൻ്റെ കൂടി മറ്റേതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇപ്പൊ എന്ത് ചെയ്യാം? 1 സെക്കൻഡിലുള്ള ദൂരം എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതും നേരത്തെ കണ്ടുപിടിച്ച പോലെ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലെ? യു 0 ആണ് പ്ലസ് ഹാഫ് ഇൻറ്റു എ എത്രയാ? -10 ഇൻറ്റു ടി ഇവിടെ എത്രയാ? 1 ആണ് അല്ലെ? 1 ആണ്. കാരണം എന്താ? ഇവിടെ നിന്ന് ഇവിടം വരെ 2 സെക്കൻഡ് എടുത്ത് അല്ലെ? 2 സെക്കൻഡിൽ 20 മീറ്റർ സഞ്ചരിച്ച്. നമുക്ക് കാണേണ്ട 3 സെക്കൻഡിൽ. അപ്പൊ 2 സെക്കൻഡിൽ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ 3-ാമത്തെ സെക്കൻഡ് താഴോട്ടേക്കായിരിക്കും അല്ലെ? 3-ാമത്തെ സെക്കൻഡ് എവിടത്തേക്കായിരിക്കും? താഴോട്ടേക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും നമ്മളുടെ കല്ലുണ്ടാവുക അല്ലെ? അപ്പോൾ എസ് കണ്ടുപിടിക്കുക അല്ലെ? എസ് ഇസ് ഈക്വൽ ടു എത്ര വരും?
0 അല്ലേ, 0 പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇവിടെ മൈനസ് ആണോ പ്ലസ് ആണോ എടുക്കേണ്ടത്? നോക്കിക്കോളൂ, ഇവിടെ മേലോട്ടേക്ക് നമ്മളുടെ താഴോട്ടേക്കാണ് എന്ത് ഭൂമി പിടിച്ചു വലിക്കുന്നത്, അതുകൊണ്ട് അതെന്താ പോസിറ്റീവ് ആയിരിക്കും. മേലോട്ടേക്കാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. മേലോട്ടേക്കായതുകൊണ്ട് ആദ്യത്തത് നമ്മൾ നെഗറ്റീവ് എടുത്ത്, ഇവിടെ എന്താ ഉള്ളത് താഴോട്ടേക്കാണുള്ളത് അല്ലേ, അപ്പോൾ ഇവിടെ മൈനസ് എന്തായിരിക്കും പ്ലസ് ആയിരിക്കും. അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു 10/2 ഈസ് ഈക്വൽ ടു 5 മീറ്ററിന് കിട്ടും അല്ലേ. അപ്പോൾ 5 മീറ്റർ ആയിരിക്കും എന്ത് താഴോട്ടേക്ക് സഞ്ചരിച്ചിട്ടുള്ളത്, പകുതി എവിടെയോ ആയിരിക്കും എത്തിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 3 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും? ഇവിടുന്ന് ഇവിടത്തേക്ക് 2 സെക്കൻഡ് കൊണ്ട് 20 മീറ്റർ സഞ്ചരിച്ചു, പ്ലസ് 1 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു? 5 മീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ ടോട്ടൽ ദൂരം എത്രയായിരിക്കും? 25 മീറ്റർ. എത്രയായിരിക്കും? 25 മീറ്റർ ആണ് ടോട്ടൽ ദൂരം സഞ്ചരിച്ചിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ അല്ലേ? അടുത്ത നോക്ക്, പുറപ്പെട്ട് 3 സെക്കൻഡ് കഴിയുമ്പോൾ ഈ കല്ല് തറയിൽ നിന്നും എത്ര ഉയരത്തിലായിരിക്കും? അതായത് ഇവിടുന്ന് പുറപ്പെട്ട് ഈ ഒരു ഉയരത്തിലെത്തി ഇവിടെ നിൽക്കുന്ന, അപ്പൊ ഇവിടുത്തെ ഉയരം 20 മീറ്റർ ആണ് അല്ലെ. 2 സെക്കൻഡ് കൊണ്ട് ഇവിടെ എത്തി, പിന്നെ 1 സെക്കൻഡ് കൊണ്ട് അല്ലെ, 1 സെക്കൻഡ് കൊണ്ട് 5 മീറ്ററിലും എത്തി. അങ്ങനെയാണെങ്കിൽ ഈ ദൂരം എത്രയായിരിക്കും എന്നാ ചോദിക്കുന്നത്. ഈ ദൂരം കാണാൻ ഇത് മൈനസ് ഇത് ചെയ്താൽ മതി അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? 20 മൈനസ് 5 എത്ര വരും? 15 മീറ്റർ എന്ന് കിട്ടും. 15 മീറ്റർ എന്നാണ് കിട്ടുക. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലെ. ഇനി ഏതാണ്? നമുക്ക് 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. ഒരു വസ്തു 40 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഇതിന് 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മന്ദീകരണം നൽകിയാൽ ഈ വസ്തു നിശ്ചലമാകാൻ എത്ര സമയമെടുക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം തന്ന സാധനങ്ങൾ എഴുതാം. യു തന്നിട്ടുണ്ട് അല്ലെ. യു എത്രയാണ്? 40 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. തന്നിട്ടുണ്ടല്ലോ അല്ലെ, മന്ദീകരണം. അപ്പം -8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതി. ഇനി എന്താ? നിശ്ചലമാകാൻ എത്ര സമയം എടുക്കും? അപ്പൊ വി എന്തായിരിക്കും? 0 ആയിരിക്കും. വി 0 ആയിരിക്കും. സമയം തന്നിട്ടുണ്ടോ? ഇല്ല. സമയമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വി ഉണ്ട്, എ ഉണ്ട്, യു ഉണ്ട്. ഏത് ഇക്വേഷൻ യൂസ് ചെയ്യുക? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ഉപയോഗിക്കുക. വി 0, യു എന്താണ്? 40 -8 ഇൻറ്റു ടി എത്രയാണ്? ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 8t ഈസ് ഈക്വൽ ടു 40. അപ്പൊ ടി ഈസ് ഈക്വൽ ടു 40/8. 40/8 എത്ര കിട്ടും? 5 സെക്കൻഡ്. എത്രയാണ്? 5 സെക്കൻഡ്. അപ്പൊ ഈ ഒരു വസ്തു നിശ്ചലമാകാൻ എത്ര സമയം എടുക്കും? 5 സെക്കൻഡ് എടുക്കും. ഇത്രയും സമയം കൊണ്ട് വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം എത്ര അല്ലെ? സ്ഥാനാന്തരമാണ് അടുത്തത് കാണേണ്ടത് അല്ലെ. ഈ ഒരു 5 സെക്കൻഡ് കൊണ്ട് എത്രയാണ് സ്ഥാനാന്തരം ഉണ്ടായെന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ കാണാം? ടി ഉണ്ട്, യു എത്രയാണ് തന്നിട്ടുള്ളത്? യു എത്രയാണ്? നമ്മളെ ഒരു വസ്തു 40 മീറ്റർ. അപ്പൊ യു എത്രയാണ്? യു 40 ഉണ്ട്, എ -8 ഉണ്ട്, വി 0 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ കാണേണ്ടത്? വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം എസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ എസ് കാണേണ്ട ഇക്വേഷൻ ഏതാ? എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലെ. യു എത്രയാ? 40 ഇൻറ്റു ടി എത്രയാ? 5 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെ. 5 പ്ലസ് ഹാഫ് ഇൻറ്റു എ എത്രയാ? -8 ഇൻറ്റു ടി സ്ക്വയർ. ടി 5 ഇൻറ്റു 5. അപ്പോൾ 40 ഇൻറ്റു 5 200 മൈനസ് 8 ഇവിടെ എന്താക്കുക? 4 പോവില്ല. അപ്പൊ 5 ഇൻറ്റു 4 20. 20 ഇൻറ്റു 5 100. അപ്പൊ 100 എന്ന് വരും. അപ്പൊ എസ് ഇസ് ഈക്വൽ ടു 200 മൈനസ് 100 എത്ര വരും? 100 മീറ്റർ. എത്ര കിട്ടും? 100 മീറ്റർ. അപ്പൊ 5 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം? എത്രയാണ് ഇതിനുണ്ടായ സ്ഥാനാന്തരം? 100 മീറ്റർ ആണ് അതിനുണ്ടായിട്ടുള്ള സ്ഥാനാന്തരം. ക്ലിയർ ആയല്ലോ അല്ലെ. ഓക്കെ, ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 20 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ ഒരു വസ്തു ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വസ്തുവിന് 5 മീറ്റർ പെർ സെക്കൻഡ് ത്വരണം നൽകുന്നു. സ്ഥാനാന്തരം 120 മീറ്റർ ആകുന്ന അവസരത്തിലെ പ്രവേഗം എത്ര അല്ലെ? പ്രവേഗമാണ് കാണേണ്ടത്. അപ്പൊ നമുക്ക് തന്ന സാധനങ്ങൾ ഇതാ. യു തന്നിട്ടുണ്ട് അല്ലെ. യു എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്താ? എ തന്നിട്ടുണ്ട്. എ എത്രയാ? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. പിന്നെ എന്താ? എസ് തന്നിട്ടുണ്ട് 120 മീറ്റർ. പിന്നെ എന്താ? വി തന്നിട്ടുണ്ടോ? ഇല്ല, വി തന്നിട്ടില്ല. കാരണം എന്താണ്?
പ്രവേഗം, ഈ അവസരത്തിലെ പ്രവേഗമാണ് കണ്ടുപിടിക്കേണ്ടത്, വി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പോൾ വി ഉണ്ട്, എസ് ഉണ്ട്, എ ഉണ്ട്, യു ഉണ്ട്. ഏത് ഇക്വേഷൻ യൂസ് ചെയ്യുക? യെസ്, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as, ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. വി സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. യു സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താ? 20ന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ എത്രയാ? 5, 5 ഇൻറ്റു എസ് എത്രയാ? 120. അപ്പോൾ 20ന്റെ സ്ക്വയർ എത്രയാ? 400 പ്ലസ് 2 ഇൻറ്റു 5 10 വരും അല്ലെ. 10 ഇൻറ്റു 120 എത്ര വരും? 1200 വരും. അപ്പോൾ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 400 പ്ലസ് 1200 1600. വി സ്ക്വയർ ആണ് 1200. വി എന്തായിരിക്കും അപ്പോൾ? റൂട്ട് 1600. റൂട്ട് 1600 എത്രയാ? 40 മീറ്റർ പെർ സെക്കൻഡ്. കാരണം 40 ഇൻറ്റു 40 ആണ് എത്ര? 1600 അല്ലേ. അപ്പോൾ വി എന്ത് വരും? 40 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ അല്ലേ? ഓക്കെ, ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 60 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിച്ച വെടിയുണ്ട ഒരു മരത്തടിയിൽ 2 സെന്റിമീറ്റർ തുളച്ചു കയറിയപ്പോൾ നിശ്ചലമായി. ഈ വെടിയുണ്ടയുടെ ത്വരണം എത്ര? മന്ദീകരണം എത്ര? അല്ലെ. നമുക്ക് ആദ്യം തന്ന സാധനങ്ങളെ മാറ്റി എഴുതാം അല്ലെ. എന്ത് തന്നിട്ടുണ്ട്? യു തന്നിട്ടുണ്ട്. യു എത്രയാണ്? 60 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. പിന്നെ എന്താ തന്നിട്ടുള്ളത്? എസ് തന്നിട്ടുണ്ട് അല്ലെ. എസ് എത്രയാ? 2 സെന്റിമീറ്റർ ആണ്. സെന്റിമീറ്ററിലാണോ വേണ്ടത്? അല്ല, മീറ്ററിലാണ്. മീറ്ററിലേക്കാക്കാൻ ബൈ 100 കൊണ്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും? 0.2 മീറ്ററിന് കിട്ടും അല്ലെ. അപ്പൊ ഇത്രയും മീറ്ററിന് കിട്ടി. ഇനി എന്താ തന്നിട്ടുള്ളത്? വേറെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഇല്ല. ഇങ്ങനെയാണെങ്കിൽ ഈ വെടിയുണ്ടയുടെ ത്വരണം എത്ര എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ ഒരു മരക്കഷ്ണത്തിലേക്ക് വെടിയുണ്ട കാരുമ്പോൾ 60 മീറ്റർ പെർ സെക്കൻഡ് ആണ് പ്രവേഗം. കയറി കഴിഞ്ഞാൽ എന്താ? ഇവിടെ വെച്ച് എന്ത് ചെയ്യും? നിശ്ചലമായി പോകും അല്ലെ. അപ്പോൾ വി എന്തായിരിക്കും? വി 0 ആയിരിക്കും. വി എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ എന്താ നമുക്കിവിടെ കാണേണ്ടത്? എന്താ നമുക്ക് കാണേണ്ടത്? ത്വരണമാണ് കാണേണ്ടത് അല്ലെ. അപ്പൊ ത്വരണം കാണാൻ വിയും എസും യു ഉള്ള ഇക്വേഷൻ ഏതാ? യെസ്, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. വി 0 ആണ്. യു എത്രയാണ്? 60 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ. എ ഇവിടെ എത്രയാ തന്നിട്ടുള്ളത്? എ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. എ ഇൻറ്റു എസ് എത്രയാ? എസ് 0.2 അല്ലെ. അപ്പൊ എന്ത് വരും? 60ന്റെ സ്ക്വയർ എത്ര വരും? 3600 അല്ലെ. 3600 പ്ലസ് 2a ഇൻറ്റു 0.0. അപ്പൊ എന്ത് വരും? 0.4a എന്ന് കിട്ടും അല്ലെ. ഇനി എന്ത് ചെയ്യാ? ഇതിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പൊ എന്ത് വരും? -0.04. a is equal to 3600. അപ്പൊ a is equal to എന്ത് വരും? -3600 ബൈ 0.04. 3600 ബൈ 0.04 എത്ര കിട്ടും? ഏകദേശം 90,000 എന്ന് കിട്ടും. ഏകദേശം 90,000 എന്ന് കിട്ടും. -90,000 ആണ് നമുക്ക് ത്വരണം കിട്ടിയിട്ടുള്ളത്. ത്വരണം എത്ര കിട്ടിയിട്ടുള്ളത്? -90,000. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മന്ദീകരണം എത്ര? മന്ദീകരണം എന്തായിരിക്കും? ഈ മൈനസ് കുറച്ചിട്ട് പറയാല്ലേ. അപ്പൊ എന്ത് വരും? വെറും 90,000. മന്ദീകരണം 90,000വും ത്വരണം എത്രയാ? ത്വരണം -90,000 ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിന്റെ ഡിവൈഡ് ചെയ്യുന്നതൊന്നും ഞാനിപ്പോ കാണിച്ചിട്ടില്ല. അതും കൂടി കാണിക്കുകയാണെങ്കിൽ ഭയങ്കര ലെങ്തി ആയിരിക്കും. ആർക്കെങ്കിലും ഇതിങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന ഹരിക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാട്ടോ. ഞാനത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ട് ഇട്ടുതരാം. ഓക്കെ, 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു വസ്തുവിന്റെ ചലനവുമായി ബന്ധപ്പെട്ട പട്ടിക നിരീക്ഷിച്ച് അനുയോജ്യമായ സ്കെയിൽ തിരഞ്ഞെടുത്ത് ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫ് വിശകലനം ചെയ്ത് ചുവടെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇവിടെ സമയവും തന്നിട്ടുണ്ട്, പ്രവേഗവും തന്നിട്ടുണ്ട്. സമയം പോകുന്നത് 0, 5, 10, 15 അങ്ങനെയാണ്. പ്രവേഗം 20, 25, 30, 30 അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ എല്ലാം എന്താണ്? പോസിറ്റീവ് വാല്യൂ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ വരക്കാനായിട്ട് പറ്റും? ഞാൻ ഇതൊന്ന് ചെറുതാക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര ചെറുതാണ്ട. ഓക്കെ, ഇനി നമുക്ക് വരക്കാം. ഓക്കെ, എന്താണ്? എക്സ് അക്ഷവും ഉണ്ട്, വൈ അക്ഷവും ഉണ്ട് അല്ലെ. ഇത് എക്സ് അക്ഷമാണ്, ഇത് വൈ അക്ഷമാണ് അല്ലെ. സമയം എങ്ങനെയാ? 0, 5, 10, 5, 5 കൂടി കൂടിയിട്ടാണ് പോകുന്നത്. അപ്പൊ നമുക്ക് സ്കെയിൽ എഴുതാൻ വേണ്ടിയിട്ട് അല്ലെ, എക്സ് ആക്സിസിൽ സ്കെയിൽ എഴുതുമ്പോൾ എക്സ് ആക്സിസിൽ എങ്ങനെയാ വരുന്നത്? ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലെ, ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 5 സെക്കൻഡ് ആയിട്ടാണ് എടുക്കുക.
വൈ ആക്സിസിലും 20, 25, 30, 30, 25 ഇതൊക്കെ എന്താ 5ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ. അപ്പൊ അതും എന്തെന്നെ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് എടുക്കും. ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഗ്രാഫിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വരകൾ ഉണ്ടാവുമല്ലോ അല്ലെ. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെയാണ് ഒരു യൂണിറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇവിടം തൊട്ട് ഇവിടം വരെ അടുത്ത യൂണിറ്റ്. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ 5, ഇതും 5, ഇതും 5, അങ്ങനെ അങ്ങനെ കേട്ടോ. അപ്പൊ അതേപോലെ തന്നെയാണ് ഈ മേലോട്ടേക്കും വരുന്നത് കേട്ടോ. ഓരോരോ യൂണിറ്റ് 5 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ സമയം രേഖപ്പെടുത്തുക 0, 5, 10, 15, 20, 25, 30. ഇവിടെ സമയമാണ്, ഇങ്ങോട്ടേക്ക് എന്താണ് പ്രവേഗമാണ് അല്ലെ. ഇവിടെ പ്രവേഗവുമാണ്. അപ്പോൾ 5, 10, 15, 20, 25, 30 ഇത്രയാണ് സമയം വരുന്നത്. പ്രവേഗമോ 5, 10, 15, 20, 25, 30 വരെയാണ് പ്രവേഗവും വരുന്നത്. ഇനി ഓരോന്നിനും നമുക്ക് നേരെയായിട്ട് കൊടുക്കാം. 0ന് നേരെ എത്ര 20 അല്ലെ. 0ന് നേരെ എന്താണ് 20. അപ്പൊ ഇവിടെ ഒരു മാർക്ക് ചെയ്ത്. 5ന് നേരെ 25, 5ന് നേരെ എത്രയാണ് 25. 10ന് നേരെ 30, 10ന് നേരെ എത്രയാണ് 30. 15ന് നേരെയും എന്താണ് 30 ആണ് വരുന്നത്. 20ന് നേരെയും 30 ആണ് വരുന്നത്. 25ന് നേരെ 25, 30ന് നേരെ 20, 30ന് നേരെ 20. അപ്പൊ ഏകദേശം ഇങ്ങനെയാണ് നമ്മളുടെ ഗ്രാഫ് വരുന്നത്. നിങ്ങൾ സ്കെയിലും പെൻസിലും വെച്ച് വരക്കുക കേട്ടോ, എന്നാലാ ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ ഗ്രാഫ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു മിനിറ്റ് ഒന്നുകൂടി വലുതാക്കട്ടെ. ഓക്കെ. ത്വരണമില്ലാത്ത സമയ ഇടവേള ഏത്? ഇവിടെ ത്വരണമില്ലാത്ത സമയ ഇടവേള ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് ഇവിടത്തേക്ക് എന്തുണ്ട്? ത്വരണമുണ്ട്. ഇവിടെ നിന്ന് ഇവിടത്തേക്കോ ത്വരണമില്ല. ഇവിടെ ത്വരണമുണ്ടോ? ഇല്ല. ഇവിടെ സമപ്രവേഗമായതുകൊണ്ട് ഇവിടെ ത്വരണമില്ല. അപ്പൊ ഏത് സമയ ഇടവേളയായിരിക്കും? ഏതായിരിക്കും സമയ ഇടവേള? നമുക്ക് നോക്കാം. ഇതിങ്ങനെ താഴോട്ടേക്ക് വരച്ചു കഴിഞ്ഞാൽ സമയമാണ് കിട്ടുക അല്ലെ. അപ്പോൾ 10ന്റെയും 20 സെക്കൻഡിന്റെയും ഇടയിൽ അല്ലെ. 10 സെക്കൻഡിന്റെയും 20 സെക്കൻഡിന്റെയും ഇടയിലായിട്ട് 10 സെക്കൻഡിന്റെയും 20 സെക്കൻഡിന്റെയും ഇടയിലായിട്ട് എന്തില്ല? ത്വരണം ഇല്ല. അടുത്ത നോക്ക്. മന്ദീകരണം ഉണ്ടായിരുന്ന സമയ ഇടവേള എന്ത്? മന്ദീകരണം ഉണ്ടായ സമയ ഇടവേള ഏതാ? ഇത് കൂടുകയാണ്. ഇവിടെ ത്വരണമില്ല. ഇവിടെ എന്താ കുറയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ 20 സെക്കൻഡിന്റെയും എത്രയാണ് 30 സെക്കൻഡിന്റെയും അല്ലെ. 20 സെക്കൻഡിന്റെയും 30 സെക്കൻഡിന്റെയും ഇടയിലാണ് എന്ത് സംഭവിക്കുന്നത്? മന്ദീകരണം ഉണ്ടായിട്ടുള്ളത്. ഈ വസ്തുവിന് 30 സെക്കൻഡിൽ ഉണ്ടായ സ്ഥാനാന്തരം കണക്കാക്കുക. ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ ഈ വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അല്ലെ. സ്ഥാനാന്തരം കാണാനാണെങ്കിൽ അല്ലെ, സ്ഥാനാന്തരം കാണാനാണെങ്കിൽ എന്ത് കണ്ടാൽ മതി? ഇവിടുത്തെ എന്ത് കണ്ടാൽ മതി? നമുക്ക് ഇതിൻ്റെയൊക്കെ പരപ്പളവ് കണ്ടാൽ മതി അല്ലെ. ഇതിൻ്റെയൊക്കെ പരപ്പളവ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? സ്ഥാനാന്തരമാണ് കിട്ടുക. അപ്പൊ നോക്കിക്കോളൂ. ഇങ്ങനെ അല്ലെ, ഇങ്ങനെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? വളഞ്ഞു പോയതാണ്. ഈ കറുപ്പിന് നേരെയാണേ വരാം. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ലംബകം കിട്ടുമല്ലോ അല്ലെ. ഈ ഒരു ലംബകം കിട്ടും. അതേപോലെ തന്നെ ഇവിടെ നോക്ക്. ഇവിടെ ഒരു റെക്റ്റാങ്കിളും നമുക്ക് കിട്ടും അല്ലെ. ഇങ്ങനെ ഒരു റെക്റ്റാങ്കിളും കിട്ടും. പിന്നെയും ഇവിടെ ഒരു ലംബകം കിട്ടും. അപ്പൊ ഈ രണ്ട് ലംബകത്തിന്റെയും ഇതിന്റെയും പരപ്പളവ് കണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏതാ കിട്ടുക? സ്ഥാനാന്തരമായിരിക്കും കിട്ടുക. ഈ രണ്ട് ലംബകത്തിന്റെയും ഈ ഒരു റെക്റ്റാങ്കിളിന്റെയും പരപ്പളവ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സ്ഥാനാന്തരമാണ് നമുക്ക് കിട്ടുക. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം എന്തിന്റെ കാണാം? ഈ ഒരു ലംബകത്തിന്റെ എന്ത് കാണാനായിട്ട് പറ്റും? പരപ്പളവ് കാണാം. അപ്പൊ ലംബകത്തിന്റെ പരപ്പളവ് കാണുന്ന ഇക്വേഷൻ ആണ് ഹാഫ് ഇൻറ്റു എച്ച് ഇൻറ്റു എ പ്ലസ് ബി. ഹാഫ് ഇൻറ്റു എച്ച് ഇൻറ്റു എ പ്ലസ് ബി. എച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉയരമാണ്. ഇതാണ് ലംബകത്തിന്റെ ഉയരം. ഇവിടം തൊട്ട് ഇവിടം വരെയാണ് ലംബകത്തിന്റെ ഉയരം. എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ്, ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സൈഡ്. അതേപോലെ തന്നെ ഈ ഒരു ലംബകം നോക്കുകയാണെങ്കിൽ ഈ ലംബകത്തിന്റെ ഉയരമാണ് ഇത്. ഇത് ഒരു സൈഡ്, ഇത് മറ്റേ സൈഡ്. ഇനി എന്താ? ഇതിന്റെ പരപ്പളവ് കാണും. ഇതിന്റെ പരപ്പളവ് എൽ ഇൻറ്റു ബി ആണ്. നീളം ഇൻറ്റു വീതി. എന്താണ്? നീളം ഇൻറ്റു വീതി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ. ഇതൊന്നും കൂടി ഞാൻ ചെറുതാക്കുന്നുണ്ട്. സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ചെറുതാക്കാണ് കേട്ടോ. ഓക്കെ.
ഇനി ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് ഈ ഒരു ലംബകത്തിന്റെ കാണാം അല്ലെ. അപ്പൊ എന്ത് വരും? ഹാഫ് ഇൻറ്റു എച്ച് വേണം അല്ലെ. എച്ച് എത്രയായിരിക്കും? ഇവിടം തൊട്ട് ഇവിടം വരെയാണുള്ളത് അല്ലെ. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ. അപ്പൊ എന്ത് വരും? ഇൻറ്റു 10 എന്ന് വരും അല്ലെ. ഇൻറ്റു 10. പിന്നെ എ വേണം. എ എത്രയാണ്? ഇതാണ് എ. എ എത്രയാണ് വരിക? 30 അല്ലെ. 30 പ്ലസ് ബി എത്രയായിരിക്കും? ബി ഇതാണ്. അപ്പൊ എന്ത് വരും? 20. 30 പ്ലസ് 20. അപ്പൊ എന്ത് കിട്ടും? 10/2 5. 5 ഇൻറ്റു 50. 5 ഇൻറ്റു 50 എത്ര കിട്ടും? 250 മീറ്ററിന് കിട്ടും. അപ്പൊ ഇതിൻ്റെത് 250 മീറ്ററിന് കിട്ടി. ഇനി എന്ത് വേണം? ഇതിന്റെ കണ്ടുപിടിക്കണം അല്ലെ. ഇതിന്റെ എന്താണ്? എൽ ഇൻറ്റു ബി ആണ്. എൽ ഇൻറ്റു ബി. ഇത് നീളം. നീളം എത്രയാ? 30. വീതി എത്രയാ? 10 അല്ലെ. 20-ൽ നിന്ന് 10-ലേക്ക് 10. അപ്പോൾ എൽ ഇൻറ്റു ബി എത്ര കിട്ടും? 300 എന്ന് കിട്ടും. ഇവിടെ എത്ര കിട്ടും? 300. ഇതിന്റെ എങ്ങനെ തന്നെയായിരിക്കും? സെയിം പോലെ തന്നെ അല്ലെ. എന്താണ്? ഹാഫ് ഇൻറ്റു എച്ച്. നീളം എത്രയാ? 30-ന്ന് 20 കുറച്ച് കഴിഞ്ഞാൽ 10 വരും. ഇൻറ്റു എ എത്രയാണ്? 30 പ്ലസ് എത്രയാണ്? ബി 20. അപ്പൊ ഇതും എന്ത് തന്നെ വരും? 250 എന്ന് വരും. അപ്പോൾ ഇതും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ എന്താ? പരപ്പളവ് കിട്ടും. ഈ പരപ്പളവാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ഥാനാന്തരം എന്ന് പറയുന്നത്. അപ്പോൾ 250 പ്ലസ് 250 എത്ര കിട്ടും? 500 കിട്ടും അല്ലെ. 500 പ്ലസ് 300. 500 പ്ലസ് 300 എത്ര കിട്ടും? 800 മീറ്റർ എന്ന് കിട്ടും. എത്രയാണ്? 800 മീറ്റർ എന്നാണ് നമുക്ക് കിട്ടുക. ക്ലിയർ ആയല്ലോ അല്ലെ. ഓക്കെ, ഇനി നമുക്ക് എന്താ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, എ ബി എന്നീ കാറുകളുടെ ചലനവുമായി ബന്ധപ്പെട്ട പ്രവേഗ സമയ ഗ്രാഫ് നൽകിയിരിക്കുന്നു. ഏത് കാറാണ് ആദ്യം യാത്ര തിരിച്ചത്? ഏത് കാറായിരിക്കും ആദ്യം യാത്ര തിരിച്ചത്? നോക്കിക്കോളൂ. ഇവിടെ എന്താ? സമയം. ഇവിടെ എന്താ? പ്രവേഗം. 0 എന്ന് പറയുന്ന സമയത്ത് ആരാണ് തുടങ്ങിയത്? കാർ എ ആണ് അല്ലെ. അപ്പോൾ ആദ്യം യാത്ര തിരിച്ചത് ആരായിരിക്കും? കാർ എ ആയിരിക്കും. രണ്ട് കാറുകൾക്കും ഒരു പ്രവേഗം എത്താൻ എത്ര സമയം വീതം എടുക്കും? ഒരേ പ്രവേഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെച്ചാണ് ഒരു കൂട്ടുമുട്ടുന്നത് അല്ലെ. അപ്പോൾ കാർ എ ആണിത്, കാർ ബി ആണിത്. കാർ എയിന് എത്ര സമയം എടുക്കും? ഇവിടെ നിന്ന് ഇവിടം വരെ. കാർ എയിന്, എ എന്ന് പറയുന്ന കാറിന് 14 സെക്കൻഡ് എടുത്തു. 14 സെക്കൻഡ് എടുത്തു. ബി എന്ന് പറയുന്ന കാറിനോ ഇവിടുന്ന് ഇവിടത്തേക്ക് അല്ലെ. ബി ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ 14 മൈനസ് 8 എത്രയാ? ബിന് ഏകദേശം എത്ര സമയം? 6 സെക്കൻഡ് ആണ് എടുത്തിട്ടുള്ളത്. എത്ര? 6 സെക്കൻഡ് ആണ് എടുത്തിട്ടുള്ളത്. ഏത് കാറിനാണ് കൂടുതൽ ത്വരണമുള്ളത്? ഏത് കാറിനായിരിക്കും കൂടുതൽ ത്വരണമുള്ളത്? കാർ ബീനായിരിക്കും അല്ലെ. കാർ ബീനായിരിക്കും. കാരണം എന്താ? ചെരിവ് കൂടുതൽ കാർ ബീനാണ്. കാർ എന് ചെരിവ് കുറവാണ്. അപ്പം നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു, ചെരിവ് കൂടുകയാണെങ്കിൽ ത്വരണം കൂടും. ഏത് കാറിനാണ് സ്ഥാനാന്തരം കൂടുതൽ? ഏത് കാറിനാണ് സ്ഥാനാന്തരം കൂടുതൽ എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് സ്ഥാനാന്തരം എങ്ങനെ കാണാം? ഇതിന്റെ അടിയിലുള്ള പരപ്പളവ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? സ്ഥാനാന്തരമാണ് കിട്ടുക അല്ലെ. അപ്പം ബിന്റെ പരപ്പളവാണ് ഇത് അല്ലെ. എന്റെ ആണ് ഇത്. എന്റെ ഇത് ഫുള്ള് ഇങ്ങനെ വരും അല്ലെ. അപ്പൊ എന്റെ നമുക്ക് നോക്കാം. എന്റെ ആണ് നമ്മൾ കാണുന്നത്. എന്റെ പരപ്പളവ് ഇതെന്താ? ഒരു ട്രയാങ്കിൾ ആണല്ലോ അല്ലെ. ഇതെന്താണ്? ഒരു ട്രയാങ്കിൾ ആണ്. അല്ലെങ്കിൽ നമുക്ക് ത്രികോണം എന്ന് പറയാം അല്ലെ. ത്രികോണം എന്ന് പറയാം. അപ്പോ എന്താണ് ത്രികോണത്തിന്റെ പരപ്പളവ്? എന്താ? ഹാഫ് ബി എച്ച്. എന്താണ്? ഹാഫ് ബി എച്ച്. അപ്പോ ഹാഫ് ബി എച്ച്. അപ്പോ ഹാഫ് ഇൻറ്റു ബി എത്രയാണ്? കാർ എന്റെ അല്ലെ. കാർ എന്റെ ബി ഇവിടം തൊട്ട് ഇവിടം വരെ അല്ലെ. 0 തൊട്ട് 22 വരെ. അപ്പൊ ഹാഫ് ഇൻറ്റു 22 ഇൻറ്റു എച്ച് എത്രയാ? എച്ച് ഇവിടം തൊട്ട് ഇവിടം വരെ അല്ലെ. ഏകദേശം 60 അല്ലേ വരിക. 60 ഇൻറ്റു 60. അപ്പൊ എത്ര കിട്ടും? 660 മീറ്റർ എന്ന് കിട്ടും. ഇനി കാർ ബിന്റെ നോക്കുക. കാർ ബിന്റെയും ഹാഫ് ബി എച്ച് തന്നെയാണ്. ഹാഫ് ഇൻറ്റു ബി. കാർ ബിന്റെ ആണ്. ഇവിടം തൊട്ട് ഇവിടം വരെയാണ്. ഇവിടെ 20 ആണുള്ളത്. ഇവിടെ എത്ര ഉള്ളത്? 8 ആണുള്ളത്. 20 മൈനസ് 8 എത്രയാ? 12 ഇൻറ്റു എച്ച് എത്രയാ? കാർ ബിന്റെ എച്ച് 80 അല്ലെ. 80. അപ്പൊ 80 ഇൻറ്റു 12/2 എത്ര കിട്ടും? 480 മീറ്റർ എന്ന് കിട്ടും. 480 മീറ്റർ. അപ്പൊ ഏതിനാണ് കൂടുതൽ സ്ഥാനാന്തരം സംഭവിച്ചത്? കാർ എയിനാണ്
കൂടുതൽ സ്ഥാനാന്തരം സംഭവിച്ചിട്ടുള്ളത്. കാർ എയിനാണ് കൂടുതൽ സ്ഥാനാന്തരം സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. കുറച്ച് നല്ല സ്പീഡിലാണ് ഞാനിന്ന് പോയിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കമൻറ്റ് സെക്ഷനിലൂടെ, ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.